പക്ഷെ അവിടെ വേറെ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് വരെ ഈ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ തീരുമാനം മാറ്റിപ്പിക്കും. അയാളാണ് ഷിമർ ഇബിൻ ജൂഷിൻ. ഷിമർ എന്ന് പറയുന്ന ആള്. അയാള് ഈ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ തീരുമാനം മാറ്റിപ്പിക്കും എന്നാണ് പറയുന്നത്. ചില ചരിത്രത്തിൽ പറയുന്നത് ഉബൈദുല്ല ഇബ്നു സിയാദ് ഇല്ല, അത് തടഞ്ഞിട്ട് പറയും ഇല്ല, ഇവിടെ തന്നെ വെച്ചിട്ട് കർബലയിൽ വെച്ചിട്ട് തന്നെ യസീദിന് വേണ്ടിയിട്ടുള്ള ബയ്യത്ത് എനിക്ക് ഇപ്പൊ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട്, അവിടം വരെ പോകാനും സമ്മതിക്കൂല, ഇവിടുന്ന് തന്നെ ബയ്യത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കും എന്ന് വരുന്നു. ഏതായാലും ലാസ്റ്റ് തീരുമാനം ഇതിലേക്ക് എത്തി. ഈ 3 ഓപ്ഷൻ ഒന്നും നടക്കൂല. എന്താ വെച്ചാൽ ഈ ഷിമറും ഇങ്ങനത്തെ ചില കൂട്ടുകാർ അവര് എന്ത് പറയും, അവര് പറയും നമ്മൾ എന്തുകൊണ്ട് ഇവര് പറയുന്ന ഓപ്ഷന് നമ്മൾ എന്തുകൊണ്ട് എടുക്കണം, നമ്മൾ പറയുന്നത് അവര് സ്വീകരിക്കണം. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇവരൊക്കെ? ഷിയത്തു അലി. അപ്പോ ഈ ഉമർ ഇബ്നു സഅദ് അതില് വിഷമിച്ചു പോകും. എന്താ വെച്ചാൽ ആദ്യം എന്താണ് വിചാരിക്കുന്നത്, ഓക്കെ ഇതിൽ ഏതെങ്കിലും 3 ഇവര് സ്വീകരിക്കും എന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് മറുപടി ഉണ്ടാവുന്നത്. അപ്പോ ബയ്യത്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകും ഉമർ ഇബ്നു സഅദ്. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും അത് നടക്കുന്നതല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും എന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പിക്കുക, യസീദിന്റെ അടുത്തേക്ക് ഷാമിൽ എത്തിപ്പിച്ച് തന്നാലും ഞാൻ തയ്യാറാണ്, ഇവിടുന്ന് അത് നടക്കൂല, എനിക്ക് നേരെ മുഖാമുഖം അവരായിട്ട് സംസാരിച്ചിട്ട് വേണം ബയ്യത്ത് കൊടുക്കാൻ. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന് ഒരു കാരണമാവാ ഊഫയിലത്തെ ആൾക്കാരെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബയ്യത്ത് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവാ. എന്താ വെച്ചാൽ അവരെ കാര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിഷമം ഉണ്ടായിരുന്നു. അപ്പോ ഉമർ ഇബ്നു സഅദ് അവിടെ പെട്ടു. ചില ചരിത്രങ്ങളിൽ വരുന്നത് അവിടുന്ന് ഉമർ ഇബ്നു സഅദ് അവിടുന്ന് ഒഴിവായി പോവാണ്. എന്താ വെച്ചാൽ ഉമർ ഇബ്നു സഅദ് പേടിക്കുന്നത് എന്താണ്, ഇനി കൊല്ലാൻ പറയൂ എന്നുള്ളത്. ഇവിടുന്ന് മുങ്ങാൻ ശ്രമിക്കും, പക്ഷെ അവരെ പിന്നാലെ വേറെ ഒരാളെ അയച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുത്തും. നീ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ച് ഉമർ ഇബ്നു സഅദ് വരും. ഉമർ ഇബ്നു സഅദ് എന്നിട്ട് ഈ ഖബർ തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിപ്പിക്കും ഉബൈദുല്ല ഇബ്നു സിയാദിനോട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതിന് തയ്യാറല്ല എന്നുള്ളത്. പിന്നെ ഇവരെ ചില ചരിത്രങ്ങൾ കെട്ടിച്ചമച്ച ചില ചരിത്രങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് വെള്ളം പോലും കുടിക്കാൻ കൊടുത്തിട്ടില്ല, ദാഹത്തിന്റെ അവസ്ഥയിലാണ് അവർ കൊന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ഫാമിലിനെയും ഹുസൈനെയും എല്ലാവരും. പക്ഷെ അതിനൊന്നും ഒരു തെളിവുമില്ല അവരങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത്. അപ്പോ ഓക്കെ, വേറൊരു സംഗതി, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് എത്ര വയസ്സുണ്ട്? എന്താ വെച്ചാൽ ഇവരെ കഥകളിൽ ഇവര് പറയുന്ന സംഗതി എന്തോ ഒരു യുവാവാണ് ഇവിടെ യുദ്ധം നടത്തിയത് എന്നുള്ള രീതിയിലാണ്, വിപ്ലവം നടത്തി എന്നുള്ള രീതിയിൽ 1000 കണക്കിന് ആൾക്കാരെ കൊന്നിട്ടു എന്നൊക്കെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇവരെ വാതിലൊക്കെ കേൾക്കുക. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര ഉണ്ടെന്ന്? ഏകദേശം 58 അല്ലെങ്കിൽ 59 വയസ്സുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്. എന്താ വെച്ചാൽ ഇതന്നെ നോക്കിയാൽ മതി. ഹിജ്രി വർഷം എത്രയാണ്? 61. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് എപ്പോഴാണ്? 10ാം ഹിജ്രി. അതിൽ തന്നെ എത്രയായി? 51 അവിടെ തന്നെ ആയി. അപ്പോ എന്തായാലും 51 പ്ലസ് ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 58 59 ആണ്. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തുണ്ട്? വയസ്സായിട്ടുണ്ട്, ചെറുപ്പമൊന്നുമല്ല. ഇവരെ കഥകളിൽ അങ്ങനെയല്ല. ഇവരെ കഥകളിൽ ഫുള്ള് ഒരു യുവാവ് വന്നിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് ഇവരെ കഥകളിൽ ഇവർ പറയാ. പിന്നെ രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കൊടുത്തിട്ടില്ല, അവർ അങ്ങനെ ദാഹത്തിന്റെ അവസ്ഥ, ഇതും കള്ളത്തരാണ്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് 1000 കണക്കിന് 40,000 ആൾക്കാരെ മൂപ്പര് കൊന്നിട്ടു, ഇവിടെയും അവിടെയൊക്കെ ശവങ്ങളായിരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന്റെ മേലെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഥകളാണ്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ 40,000 ആൾക്കാര്, ഷിയത്തു അലി എന്ന് പറയുന്ന ആൾക്കാര്, അവര് എന്തായി? അവര് മാറി ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ പിന്നാലെ 4000 ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഇവര് എല്ലാവരും വന്ന് നിൽക്കുന്നു. അതാണ് ഇനി രംഗം. ഉബൈദുല്ല ഇബ്നു സിയാദ് അങ്ങോട്ടേക്ക് ആൾക്കാരെ അയക്കുന്നു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് ഇവരോട് ചോദിക്കാണ്, ഈ കൂഫയിലത്തെ ഷിയത്തു അലി എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കാണ്, അപ്പോ നിങ്ങൾ അയച്ച കത്തുകളോ എന്ന് പറഞ്ഞിട്ട് കത്ത് കാണിക്കും. അതിൽ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ അയച്ച കത്തുകളാണ്. അവരോട് ചോദിക്കും, ഈ കത്തുകൾ എന്തേ? അപ്പൊ അവര് പറയും, അത് നമ്മൾ അന്ന് വിഷമത്തിൽ അയച്ചതാണ്, ഇന്ന് നമ്മൾ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്, വഞ്ചനന്റെ അങ്ങേയറ്റം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് സഹാബികൾ തടിഞ്ഞത് എന്ത് പറഞ്ഞിട്ടാണ്? അതില് ഒരു സഹാബി പറയുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത്, ഈ അഹ്ലു കൂഫ എന്ന് പറയുന്നവര് നിന്റെ വാപ്പാനെ വഞ്ചിച്ചവരാണ്, നിന്റെ വാപ്പാന്റെ മരണത്തിന്റെ കാരണമായവരാണ് ഇവര്. എന്നിട്ട് പറയാണ്, അലി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ മുമ്പ് ഞാൻ അവരുടെ അടുത്തുനിന്ന് കേട്ട സംഗതിയാണ്, ഇവരെ ഞാൻ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് മാറിയത് എന്റെ വലിയൊരു തെറ്റാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണ് റെക്കോർഡഡ് അറിയോ? സുബ്ഹാനല്ലാഹ്.
ഇത് ഇവരെ വലിയൊരു കിതാബുണ്ട്, ഷിയാക്കളെ വലിയൊരു കിതാബ് അവർ സഹി ആയിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു കിതാബുണ്ട്, നഹ്ജുൽ ബലാഗ. നഹ്ജുൽ ബലാഗ എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിന്റെ കത്തുകളും ഖുത്ബകളും കമ്പൈൽ ചെയ്ത ഒരു കിതാബാണ്. ഷിയാക്കളിലുള്ള അവരെ ഒരു ഇമാമാണ് ഇത് കമ്പൈൽ ചെയ്തത്. പക്ഷെ അഹ്ലുസുന്നത്തെ ഉലമാക്കൾ അതിനെ റെഫർ ചെയ്തിട്ട് ചില റിവായത്തുകളൊക്കെ സഹി ആക്കിയിട്ടുണ്ട്, സനദൊക്കെ ചെക്ക് ചെയ്തിട്ട്. അപ്പോ അതിൽ തന്നെ ഷിയാക്കളെ ഇമാമ എഴുതിയ ഷിയാക്കളെ കിതാബിൽ തന്നെ നഹ്ജുൽ ബലാഗയിൽ വരുന്നുണ്ട് അലി റളിയല്ലാഹുവിന് കൂഫയിലത്തെ ഈ ഷിയാക്കളെ കുറിച്ച് പറയുന്നത് എന്ത്, അവരെ ഞാൻ വിശ്വസിച്ചത് വലിയ ഒരു തെറ്റായി പോയി. ഇവർക്ക് എന്തില്ല, ഇവർക്ക് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കാനുള്ള കഴിവില്ല. ഇവര് സേഫ് ഉയർത്തിയാൽ വാള് ഉയർത്തിയാൽ അതുമേൽ സബർ ചെയ്യാനുള്ള കഴിവില്ല. ഇതൊക്കെ അലി റളിയല്ലാഹുവിന് ഇവരെ കുറിച്ച് പറയാണ്. അപ്പൊ ഇത് അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹുവിന് പുറപ്പെടുമ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി ഇത് ഓർമ്മപ്പെടുത്താണ്, ഞാൻ ഇത് നിന്റെ വാപ്പന്റെ അടുത്തുനിന്ന് കേട്ടതാണ് അഹ്ലുൽ കൂഫനെ കുറിച്ച് ഇങ്ങനെ. അവർക്ക് അവര് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കൂല, അവര് വാള് ഉയർത്തിയാൽ അതിൽ സബർ ചെയ്യാൻ അവർക്ക് അറിയില്ല. വാള് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉയർത്തും, എന്നിട്ട് പേടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്കാരെടുത്ത് നീ പോരുത് എന്നാണ് അന്ന് നേരത്തെ അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത്. ഏതായാലും അപ്പോൾ ഇവിടെ ഈ കത്തുകൾ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇവരെ മറുപടി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു മൊത്തത്തിൽ മനസ്സിലായി ഇനിയിപ്പോ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഈ ഉബൈദുല്ല ഇബ്നു സിയാദ് ഇങ്ങോട്ടേക്ക് ഒരാളെ കുതിരപ്പുറത്ത് അയക്കും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്ത്. അപ്പോ കുതിരപ്പുറത്ത് ഇവര് സാധാരണ സംസാരത്തിന് വരുന്നതാണെങ്കിൽ എങ്ങനെയാ വരാ, കുതിരക്ക് അറിയാലോ പല സ്റ്റെപ്സും ഉണ്ട്. ഒന്ന് മറ്റേ ഗാലപ്പിംഗ് എന്ന് പറയും. ഗാലപ്പിംഗ് എന്ന് പറയുന്നത് ഓട്ടത്തിന് പോലെയാണ്, സ്ലോ ഓട്ടാണ്. ഇങ്ങനെയാണ് അതിന്റെ കാലുകൾ ഉണ്ടാവുക. ഓട്ടത്തിൽ എങ്ങനെയാണ്, രണ്ട് കാലും ഒരുമിച്ചായിരിക്കും, ഫാസ്റ്റ് സ്പീഡായിട്ട്. നടത്തം കണ്ടിട്ടുണ്ടാ, ഇങ്ങനെ ഓരോരോ കാലിങ്ങനെ വെച്ചിട്ട് താഴെ മുട്ടിപ്പിച്ചിട്ട്. അപ്പോ നടത്തമുണ്ട്, പിന്നെ സ്ലോ ആയിട്ടുള്ള ഒരു ഓട്ടമുണ്ട്, പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടമുണ്ട്. എല്ലാത്തിനും മൂവ്മെന്റ് വേറെ വേറെയാണ്. അപ്പോ ഈ ഉബൈദുല്ല ഇബ്നു സിയാദ് ഒരാൾ ഈ അയക്കുന്നത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അയക്കുന്ന ആള് ഓട്ടത്തിന്റെ രീതിയിലാണ് കുതിരപ്പുറത്ത് വരുന്നത്. ഇത് കണ്ടിട്ട് ഹുസൈൻ റളിയല്ലാഹു വിചാരിക്കും എന്നെ കൊല്ലാൻ വരുന്നതാണെന്ന്. എന്നിട്ട് അയാളെ അടുത്തേക്ക് വരുമ്പോ ഹുസൈൻ റളിയല്ലാഹു വാള് പുറത്തേക്ക് എടുക്കും. ഇത് കണ്ടപാട് ബാക്കിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആള് ഷിമർ ഇബ്നു ദിൽ ജൂഷൻ അയാൾ എന്ത് ചെയ്യും, അയാള് അമ്പ് എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വിടും. അപ്പൊ എന്തായി, ഹുസൈൻ റളിയല്ലാഹു അത് കൊണ്ടിട്ട് താവോട്ട് വീഴും. കുതിരപ്പുറത്തുനിന്ന് താവോട്ട് വീഴും. എന്നിട്ട് അപ്പോ ഉലമാക്കള് പറയുന്നത് ഈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തില് രണ്ട് രീതിയിലുള്ള കൂട്ടരുണ്ട് പങ്കെടുത്തവര്. ഒന്ന് ആമായിട്ട് കാരണക്കാരായത്, ഒന്ന് ഖാസായിട്ട് കാരണക്കാരായത്. ആമായിട്ട് ആരാണ്, അഹ്ലു കൂഫ, ഷിയത്തു അലി എന്ന് പറയുന്ന അഹ്ലു കൂഫയിലത്തെ ആൾക്കാര്, വഞ്ചനക്ക് അറിയപ്പെടുന്ന ആൾക്കാര്. അവര് ആമായിട്ട് അവരെല്ലാവരും ഇതിന് കാരണക്കാരാണ്. എന്തുകൊണ്ട്, അവരാണ് കത്തുകൾ എഴുതിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ബയ്യത്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആമായിട്ട് അവരാണ് കാരണക്കാര്. പക്ഷെ ഖാസായിട്ട് കാരണക്കാര് 3 പേരുണ്ട്. അതിലൊന്നാരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഷിമർ എന്ന് പറയുന്ന ആള്, ഷിമർ ഇബ്നു ദുൽ ജൂഷിൻ, അമ്പ് വെച്ച് എറിഞ്ഞവന്. രണ്ടാമത്തെ ആള് ഇതിന് ഓർഡർ കൊടുത്തവൻ ആരാണ്, ഉബൈദുല്ല ഇബ്നു സിയാദ്, അന്ന് കൂഫയിലത്തെ ഗവർണറായി മാറിയ ആള്. മൂന്നാമത്തെ ആള് വേറൊരാളും കൂടി ചരിത്രത്തിൽ പറയുന്നത് സിനാൻ ഇബ്നു അനസ് അന്നഖഈ. അപ്പൊ ഈ 3 പേരെ കുറിച്ച് ഷിയാക്കളെ കിതാബുകളിൽ തന്നെ വരുന്നതാണ്. ഷിമർ ഇബ്നു ദുൽ ജൂഷിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ട ഒരു യുദ്ധത്തിനെ കുറിച്ച്, മാരക്കത്തു സിഫീൻ എന്നുള്ള യുദ്ധം കേട്ടിട്ടുണ്ടോ? ഇവരെ സഹാബികളെ 2 വിഭാഗങ്ങളെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു യുദ്ധമാണ്. ഒന്നാമത്തേത് ജമൽ യുദ്ധം, രണ്ടാമത്തേത് സിഫീൻ. ഈ 2 യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് അലി റളിയല്ലാഹുവിന്റെ കൂടെ ഉള്ളവരും മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ ഉള്ളവരും അവരെ ഇടയിൽ ഉണ്ടാവുന്ന യുദ്ധങ്ങളാണ് ഈ 2 യുദ്ധങ്ങൾ. ഇത് മുസ്ലിമുകൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സംഗതി, ഈ 2 സംഗതികൾ, ജമൽ യുദ്ധവും സിഫിൻ യുദ്ധം. അതുകൊണ്ട് അഹ്ലുസുന്നന്റെ ഉലമാക്കൾ ഇതിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, അനാവശ്യമായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്ടിരിക്കുന്നതാണ് ഖൈർ. പഠനത്തിന് വേണ്ടിയിട്ട് അവിടെ നടന്നതൊക്കെ പഠിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ആൾക്കാരുടെ ഇടയിൽ അനാവശ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താ വെച്ചാൽ ഇത് സഹാബികളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ഈ 2 സംഗതികൾ. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നന്റെ ഉലമാക്കൾ പറയുന്നത്. അപ്പോ മാരക്കത്തു സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഷിമിർ എന്ന് പറയുന്ന ആള് ഷിയത്തു അലിയിൽ പെട്ട ആളായിരുന്നു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഈ ഷിമർ എന്ന് പറയുന്നത്. ഇന്ന് അയാൾ എന്താണ് ചെയ്യുന്നത് ആലോചിക്കുക. അലി റളിയല്ലാഹുവിന്റെ കൂടെ ഷിയത്തു അലി എന്ന് പറഞ്ഞ് മാരക്കത്തു സിഫീനിൽ കൂടെ നിന്ന ആള് ഇന്ന് അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈനെ കൊല്ലുന്നു റളിയല്ലാഹു അൻഹു.
ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോ ഇയാള് ഷിയത്തു അലിയിൽ പെട്ട ആളാണ്. അപ്പോ കാരണക്കാര് ഒന്നാമത്തേത് ആമായിട്ട് ആരാണ്? കൂഫയിലത്തെ ഷിയാക്കളെ തന്നെയാണ്. ഖാസായിട്ട് ഷിയത്തു അലിയിൽ പെട്ട ഷിമർ ഒരു കാരണക്കാരന്. രണ്ടാമത്തത് ഉബൈദുല്ല ഇബ്നു സിയാദ്. ഉബൈദുല്ല ഇബ്നു സിയാദ് ആരാണ്? ഈ സിയാദ് എന്ന് പറയുന്ന ഉബൈദില്ലാന്റെ വാപ്പ ബസ്രയിലത്തെ ഗവർണർ ആയിരുന്നു. ഈ പിന്നെ ഇത് നടക്കുന്ന സമയത്ത് ഉബൈദുല്ല ഇബ്നു സിയാദിന് ഏകദേശം 26 വയസ്സാണ്. ഞാനീ യുവാവാണ്. ചോരത്തെളുപ്പിന്റെ സമയമാണ്. മൂപ്പര വാപ്പ ഇതേ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിന്റെ കൂടെ സൈന്യത്തിലുണ്ടായ ആളാണ്, സിയാദ് എന്ന് പറയുന്ന ആള്. അപ്പോ ഉബൈദുല്ല ഇബ്നു സിയാദും എന്താണ്? ഷിയത്തു അലിയിൽപ്പെട്ട ആളാണ്. അപ്പോ രണ്ടാൾക്കാരായി, രണ്ടുപേരും ഷിയാക്കള്. മൂന്നാമത്തത് ആരാണ്? സിനാൻ ഇബ്നു അനസ് അന്നഖായി. അതില് അനസ് എന്ന് പറയുന്നത് സിനാനിന്റെ വാപ്പ, അനസ് എന്ന് പറയുന്നതും ഷിയത്തു അലി, യാനി ഈ സിഫീൻ യുദ്ധത്തിൽ അലിന്റെ ജയ്ഷില് യാനി അലിന്റെ പട്ടാളത്തിൽ ഉണ്ടായ ആളാണ്. അപ്പൊ 3 പേരും ഷിയത്തു അലിയിൽപ്പെട്ട മാറക്കത്തു സിഫീനിൽ അവർ രണ്ടുപേരെ വാപ്പന്മാരും ഒരാൾ ഷിമർ എന്ന് പറയുന്നത് അതിൽ പങ്കെടുത്തവനുമാണ്. ഇവരാണ് ആരെ കൊല്ലുന്നത്? അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലുന്നത്, അതിൽ പങ്കെടുക്കുന്നത്. പല രീതികളും അതിൽ വരുന്നത് ഇത് ശരിക്കും ഉള്ളത് തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെട്ടിക്കളയുന്നത് റളിയല്ലാഹു അൻഹു. അത് സിനാനാണോ ഷിമറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവര് രണ്ടുപേരിലും ഒരുത്തനാണ് അത് ചെയ്യുന്നത്. ഇവരാണ് മൊത്തത്തിൽ ഇയാക്കളാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണത്തിനുള്ള കാരണക്കാർ. പക്ഷെ അവരെന്താണ് പ്രദർശിപ്പിക്കുന്നതും കാണിക്കുന്നതൊക്കെ അഹ്ലുസുന്നയും അബൂബക്കറും ഉമറും ഉസ്മാനും ഇവരൊക്കെയാണ് അതിന് കാരണക്കാര്. യസീദാണ് അതിന് കാരണക്കാരന്. യസീദ് ഇതിനെ കൊണ്ട് സംതൃപ്തനായിരുന്നോ? ആയിരുന്നില്ല. കൊല്ലുന്നത് ആരാണ്? ഷിമറും സിനാനും വേറെ കൂട്ടരും. അവര് ഈ തല ഒരു സഹനുമല എടുത്തിട്ട് കൊണ്ടുപോകും. ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെച്ചിട്ട് കൊണ്ടുപോകും കാണിക്കാൻ വേണ്ടിട്ട് ഉബൈദുല്ല എന്നിട്ട് അതിന് കളിയാക്കുന്നു. എന്ത് രസമുണ്ട് കാണാൻ. ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ആയിരുന്നു ഞാൻ ഈ ഭംഗി കാണാൻ. അപ്പോ അതുമേലെ ഇങ്ങനെ തോണ്ടിട്ടൊക്കെ കളിയാക്കും. ഇത് യസീദിന്റെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോ യസീദ് കരയാൻ തുടങ്ങുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. യസീദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉലമാക്കളുടെ ഇടയിൽ. ചില ഇമാമാര് പറയുന്നത് യസീദ് വളരെ മോശ സ്വഭാവക്കാരനും കുറെ തിന്മകൾ ചെയ്യുന്ന ഒരാളായിരുന്നു, ഫാസിഖായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അതിര് കവിഞ്ഞ് പോയവർ ഉണ്ട്. അതിൽ പറയുന്നത് കള്ള് കുടിക്കുന്നവനായിരുന്നു, സ്ത്രീകളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നവനായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു തെളിവും ഇല്ല. പക്ഷെ സഹാബിയല്ല, മൂപ്പരടുത്ത് നിന്ന് തിന്മകൾ ഉണ്ടായിട്ടുണ്ട്, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ഇമാം ദഹബി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല റഹിമഹുല്ല, നമ്മള് യസീദിനെ പുകഴ്ത്തുന്നുമില്ല, അനാവശ്യമായിട്ട് എന്താണ് മൂപ്പരെ മോശം സംസാരിക്കുന്നില്ല. അപ്പൊ തബ്ദീവും അല്ലെങ്കിൽ എന്താണ് തക്ഫീർ ഒന്നും ചെയ്യുന്നില്ല. മൂപ്പര് ഒരു കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മുസ്ലിമായ ഭരണാധികാരിയാണ് അന്ന് എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇതാണ് ശരിയായ നിലപാട് യസീദിന്റെ വിഷയത്തിൽ. അപ്പോ ഇവിടെ കാരണക്കാരായിരുന്നു? ഈ ഉബൈദില്ല ഇബ്നു സിയാദ് ആണ് കൊല്ലാനുള്ള ഓർഡർ കൊടുത്തത്, അല്ലാണ്ട് യസീദ് അല്ല അതിന് ഓർഡർ കൊടുത്തത്. എന്നിട്ട് അത് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഫാമിലി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ. അതിൽ ആരൊക്കെയാണ്? ഞാൻ ജസ്റ്റ് പേരുകൾ വായിക്കാം. ഇൻ ഔലാദി അലി ഇബ്നു അബി താലിബ്, അലി റളിയല്ലാഹുവിന്റെ കുട്ടികളിൽ നിന്ന് ചില കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ, ജാഫർ, അൽ അബ്ബാസ്. അതിൽ 2 പേര് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ്? അബൂബക്കർ ഇബ്നു അലി ഇബ്നു അബി താലിബ്, വേറെ ഉസ്മാൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. അബൂബക്കറും ഉസ്മാനൊക്കെ ശത്രുക്കളാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു സ്വന്തം കുട്ടികളെ പേര് അങ്ങനെ വെക്കും. ഷിയാക്കളെ കിതാബിൽ നിന്നാണ് ഇത് പറയുന്നത് കേട്ടാ. ഈ പേരുകൾ അവർക്ക് അറിയുന്ന സംഗതിയാണ്, പക്ഷെ അവർ മറച്ചു വെക്കും. അവരെന്താ പറയാ? ഈ പേരുകൾ മാറ്റിട്ട് വേറെ പേരുകളാണ് പറയാ. അലി അസ്ഗർ, അലി അക്ബർ, എന്നൊക്കെ ചില വേറെ പേരുകൾ വെച്ചിട്ടാണ് ഇത് പറയാ. പക്ഷെ ഇവരെ യാഥാർത്ഥ്യത്തിലുള്ള പേരുകൾ അവർ പറയൂല. എന്താ വെച്ചാൽ അവരെ കള്ളത്തരങ്ങൾ അത് ആൾക്കാരുടെ മുമ്പിൽ പിന്നെ എന്താവും, വെളിവാവും. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈന്റെ മക്കള് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയുൽ അക്ബർ, അബ്ദുള്ള. അപ്പോ എല്ലാ ഖുലഫ റാഷിദിന്റെ പേരുകൾ അതിലുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ആര് മക്കളാണിത്? ഇവിടെ മരണപ്പെടുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളെ പേരുകളാണിത്. എന്നിട്ട് ഇവരെ ഖുത്ബകളിൽ ഈ പറഞ്ഞ അബൂബക്കർ, ഉമർ, ഉസ്മാനെ തന്നെയാണ് ലാനത്തും ചൊല്ലുന്നത്. നഊദുബില്ലാഹ്. മൂന്നാമത്തേത് മിൻ ഔലാദുൽ ഹസൻ, അബൂബക്കർ, ഉമർ, അബ്ദുള്ള, അൽ ഖാസിം. എല്ലാവരും കുട്ടികളിലും അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഒക്കെ ഉണ്ട്. മിൻ ഔലാദ് അഖീൽ, നേരത്തെ പറഞ്ഞ അഖീൽ, ജാഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുള്ള ഇബ്നു മുസ്ലിം ഇബ്നു അഖീൽ. മിൻ ഔലാദ് അബ്ദുള്ള ഇബ്നു ജാഫർ, ഔൻ വ മുഹമ്മദ്. അതിനോട് ചേർത്തിട്ട് പിന്നെ ഇതിൽ മരണപ്പെട്ടവരാണ് ഹുസൈൻ റളിയല്ലാഹു മുസ്ലിം ഇബ്നു അഖീലും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോ ഇതൊക്കെ അവരെ എതിരുള്ള തെളിവുകളാണ്. അവരെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പേര്, അലി റളിയല്ലാഹുവിന്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പേര് എന്തൊക്കെയാണ്? അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ. ഇതിൽ പിന്നെ ജീവിച്ചിരുന്ന ഒരു ആള് ബാക്കി ഉണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടി, ഞാനി ജനിച്ച പാടായിരുന്നു. അത് അലി ഇബ്നു
ഹുസൈൻ ഇബ്നു അലി, അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകന് എന്ന് പറയുന്ന അലി എന്ന് പറയുന്നത് അത് അറിയപ്പെടുന്നത് അലി സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാം ഷിയാക്കളെ ഇമാമുകളെ പേരിൽ അലി സൈനുൽ ആബിദീനും കാണാം. പക്ഷെ അലി സൈനുൽ ആബിദീൻ കുട്ടിയായിരുന്നു. വലുതായതിനു ശേഷം ഇവരെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് പോലുമില്ല കൂഫയിലത്തെ ആൾക്കാരുടെ അടുത്തേക്ക്. നാം ഫുള്ള് ജീവിതം അവരുടെ അടുത്തുനിന്ന് ദൂരെ ആയിട്ട് മദീനയിലാണ് ജീവിച്ചതും. അതേപോലെ തന്നെ അഹ്ലുസുന്നന്റെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇമാമിന്റെ ദറജ ഉണ്ട് ഈ അലി സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ എന്ന് പറയുന്നത് ലഖബാണ്. ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്താണ്. എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇബാദത്ത് ചെയ്യുന്നവനായിരുന്നു അലി സൈനുൽ ആബിദീൻ. അതേപോലെ തന്നെ ഇൽമ കൊണ്ട് പ്രസിദ്ധനായിരുന്നു. ഞാൻ അഹ്ലുസുന്നയുടെ ഇടയിൽ അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഇമാമാണ്. പക്ഷെ ഷിയാക്കൾ ആവശ്യപ്പെടുന്നത് നമ്മളെ ഇമാമാണെന്നാണ്. പക്ഷെ അതിനെന്താണ്, അതിനൊരു കാര്യമില്ല. എന്താ വെച്ചാൽ അലിയും അലിന്റെ ഉപ്പയും ഉപ്പന്റെ ഉപ്പയൊക്കെ പഠിപ്പിച്ചതൊന്നുമല്ല ഷിയാക്കൾ ചെയ്യുന്നതൊന്നും. അപ്പോ ഇതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള ഒരു ചരിത്രം. അപ്പോൾ ഇത് 61 ഹിജ്രിയിൽ ഇത് സംഭവിച്ചു. അതിനുശേഷം ആദ്യമായിട്ട് മൊഹറം ആഷൂറയില് ഈ ഒരു ദുഃഖ ആചാരം അത് ആദ്യമായിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത്? 352 ഹിജ്രി. 352 ഹിജ്രിയില് മൊയ്സ് സദ്ദൗല ബനു ബുവൈഹ് എന്ന് പറയുന്ന കൂട്ടര്, അവർ ആ ഗോത്രത്തിലുള്ള ആൾക്കാർ, അവര് രാജാക്കന്മാരായിരുന്നു. മൊയ്സ് അദ്ദൗല ഇബ്ൻ ബുവൈഹ് എന്ന് പറയുന്ന ആള് ഇറാഖിൽ ആദ്യമായിട്ട് ഇത് ആഘോഷിക്കും. ഈ ദിവസം ദുഃഖാചാരങ്ങളായിട്ട് അവര് തുടങ്ങും. അപ്പോ 61 ഹിജ്രി ടു ഏകദേശം 300 വർഷത്തിന് ശേഷമാണ് ഇവര് ഇങ്ങനത്തെ പുതിയ ആചാരങ്ങൾ ബിദഅത്തുകൾ തുടങ്ങി വെക്കുന്നത്. എന്നിട്ട് അതാണ് നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ നമ്മളെ നാടുകളിലും പല നാടുകളിലും നമുക്ക് ഈ ആചാരങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്.